ഓണവും പൊന്നോണമാണ്. പക്ഷേ ഈ ഓണത്തിന് കേരളം ശരിക്കും പൊന്നിൽ കുളിക്കും. 100 പവൻ സ്വർണ്ണമാണ് കല്യാൺ സിൽക്സ് ഓണസമ്മാനമായിട്ട് തരുന്നത്. ഓരോ ആഴ്ചയും 25 പവൻ വീതം 4 പേർക്ക്. അപ്പൊ കേരളം പൊന്നിൽ കുളിക്കും. സമ്മാനങ്ങളുടെ ലിസ്റ്റ് തീർന്നിട്ടോ. 12 കാറുകൾ, 30 സ്കൂട്ടറുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ, അങ്ങനെ 2 കോടി രൂപയുടെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ് ഓണക്കോടിക്കൊപ്പം 2 കോടിയും നേടൂ 100 പവൻ സ്വർണ്ണവും 100 കണക്കിന് തകർപ്പൻ സമ്മാനങ്ങളും. ഈ ഓണം കല്യാൺ സിൽക്സിനൊപ്പം. കല്യാൺ സിൽക്സ് ഓഫറുകളുടെ മായാജാലമൊരുക്കി ഓണക്കാലം വന്നു കഴിഞ്ഞു. എന്നാൽ യഥാർത്ഥ ഓഫറുകളുടെ യഥാർത്ഥ സന്തോഷം 25 ഭാഗ്യശാലികൾക്ക് നേടാം. വ്യത്യാസമൊക്കെ ഇപ്പോൾ യൂബർ കുറവാണ്. ഇപ്പോൾ യൂബറുകാർ ചെറിയ ചെറിയ വണ്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. വാഗണാർ, അൾട്ടോ, അങ്ങനെ മറ്റേ എക്സ്പ്രസ്സോ, സെലേറിയോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ വണ്ടികളാണ് കൂടുതൽ ഇപ്പോൾ യൂബർ വരുന്നത്. ഇതൊക്കെ യൂബറിലെ ഇപ്പോൾ എറ്റിയോസ് പോലെയുള്ളത് കുറച്ചും കൂടി ലക്ഷറി ആയിട്ട് മാറി. യൂബറിൽ ബേസ് ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ ചെറിയ കാറുകളാണ് കൂടുതൽ യൂബറിൽ. ഇതിനോട് മൈലേജ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 15 കിലോമീറ്ററോളം പ്ലസ് 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. ഈ എറ്റിയോസൊക്കെ ഡീസലിന് മൈലേജ് ഉണ്ടാവുമായിരിക്കും, പെട്രോളിന് കിട്ടില്ല. പെട്രോളായിട്ട് യൂബറായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവില്ല, ഡീസലായിരിക്കും. എറ്റിയോസ് മറ്റേ ആദ്യകാലത്ത് യൂബർ വിളിച്ചു കഴിഞ്ഞാൽ എറ്റിയോസും ഇതൊക്കെയൊക്കെ വന്നുകൊണ്ടിരുന്നത്. നമ്മൾ യൂബർ വിളിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ യൂബർ വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഫോർഡിൻ്റെ മറ്റേ ഫിഗോ ഇല്ലേ, ഫിഗോ വന്നിട്ടുണ്ട്, എറ്റിയോസ് വന്നിട്ടുണ്ട്, മറ്റേ മാരുതി സുസുക്കി ഡിസയർ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ടോപ്പ് വണ്ടികളായിരുന്നു നേരത്തെ. അല്ല, ഈ ഒരു മറ്റേ സെഡാൻ ടൈപ്പ് വണ്ടികളൊക്കെ ആയിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത്. നമ്മൾ യൂബർ വിളിക്കുന്നത് ഇപ്പോൾ വരുന്നത് ചെറിയ വണ്ടികളാണ്. വാഗണാർ, സെലേറിയോ, അൾട്ടോ, അങ്ങനെയുള്ള പടി ഓട്ടോറിക്ഷ ഒരു 90s ഞാൻ ഇഷ്ടംപോലെ ഓട്ടോറിക്ഷ വിളിക്കാറുണ്ട്. എറണാകുളത്തേക്ക് വരുമ്പോൾ വലിയ അന്ന് ഓട്ടോറിക്ഷ വിളിച്ച് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഓട്ടോറിക്ഷക്കാരോട് പറയേണ്ട കാര്യമില്ലായിരുന്നു. വീട് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അറിയാം എന്നാണ് വീട് എന്നുള്ളത്. പണ്ട് എറണാകുളത്ത് നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നു. അന്ന് ഓട്ടോറിക്ഷക്കാരോട് പറയേണ്ട കാര്യമില്ല. മിക്കവാറും അവിടെ നിൽക്കണതൊക്കെ സ്ഥിരമായിട്ട് തന്നെ ഓട്ടോറിക്ഷക്കാരായിരിക്കും. സൗത്തിലൊക്കെ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണെന്നുള്ളത് അവർക്ക് പറയാതെ അറിയാം. ഇപ്പോൾ ഓട്ടോറിക്ഷ വിളിക്കാറേ ഇല്ല. അപ്പം മിക്കവാറും എറണാകുളം പോകുമ്പോൾ ഒന്നെങ്കിൽ സ്കൂട്ടറിൽ പോകും, അല്ലെങ്കിൽ കാറിൽ പോകും. അതുകൊണ്ട് ഓട്ടോറിക്ഷയുടെ ഒരു പരിപാടി കുറഞ്ഞു. നമ്മൾ ബസ്സിൽ പോകുമ്പോഴാണ് കൂടുതൽ ഓട്ടോറിക്ഷയുടെ നമ്മൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ യൂബർ ഓട്ടോ ഉണ്ട്. യൂബർ ഓട്ടോ ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. മറ്റേ യൂബർ വിളിച്ചിട്ടുണ്ട്, യൂബർ ഓട്ടോ വിളിച്ചിട്ടില്ല. കാരണം കൊല്ലഞ്ചേരിയിൽ യൂബർ ഓട്ടോ ഇല്ല. എറണാകുളം പോയിട്ട് ബസ്സിലേക്ക് എറണാകുളം പോക്കും തീരെ കുറവാണ്.